ഞാൻ പറഞ്ഞിട്ടെ പറ. ഇതാണ് വരുമാനം ഉണ്ടാവാനുള്ള വഴി. വായിക്ക്. ഇത് പ്രാർത്ഥനയല്ലേ? ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പൈസ കിട്ടുന്നത്? തന്നെ വേണ്ട. അല്ല നോക്കട്ടെ. അല്ല ഒരുപാട് പുച്ഛിക്കാനാണെങ്കിൽ വേണ്ട. പുച്ഛിച്ചതല്ല നാത്തൂനെ, ഒന്ന് നോക്കട്ടെ. ഇത് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പൈസ കിട്ടാനാ? അത് വായിച്ചു കഴിഞ്ഞാലല്ല, ഇതൊരു പ്രാർത്ഥനയാണ്, സമ്മതിച്ചല്ലോ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. എന്ത് ശക്തി? ഈ പ്രാർത്ഥന ഉദ്ദിഷ്ടകാര പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന 20 പേർക്ക് നമ്മൾ പ്രിന്റ് ചെയ്ത് നോട്ടീസായിട്ട് 20 പേരുടെ കയ്യിൽ കൊടുത്താൽ നമ്മൾ നിനച്ചിരിക്കാത്ത സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും. എന്താ തെളിവ്? ഉണ്ട്, തെളിവുണ്ട്. പറ. എന്താ? കുടുംബശ്രീയിലെ മേരി ചേച്ചി ഒരു ഗതിയും പരഗതി ഇല്ലാതെ നടക്കായിരുന്നു. ഇപ്പോൾ 500 രൂപയ്ക്ക് ഏതാണ്ട് കടയിൽ നിന്ന് പാൻറ്റോ ഷോളോ എന്തോ മേടിച്ചതാണ് തുണിക്കടയിൽ നിന്ന്. എന്താ സംഭവിച്ചത്? നറുക്കെടുത്തപ്പോ ഒരു ഹുണ്ടായി ഇയോൺ കാറ്. ആർക്ക്? ചേച്ചിക്ക്. മേരി ചേച്ചിക്കാ? പറഞ്ഞാരെങ്കിലും വിശ്വസിക്കോ? ഇത് 20 എണ്ണം പ്രിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം സംഭവിച്ച കാര്യം പറഞ്ഞത്. അതും പോട്ടെ, മേരി ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോള് ചിട്ടി അടിച്ചേക്കണു. ആദ്യത്തെ നറുക്കിൽ ചിട്ടി 50,000 രൂപയുടെ. ശരിയായിരിക്കും. പക്ഷെ നാഥുവിന് എന്താ പറയണത്? ഏട്ടാ സമ്മതിക്കുവോ ഇങ്ങനെ നമ്മൾ പ്രിന്റ് എടുത്തിട്ട് ഓരോ വീട് തോറും കൊടുത്തു കഴിഞ്ഞാൽ വീട് തൊട്ട് ചോദിച്ചാലും ഏട്ടാ സമ്മതിക്കൊന്നുമില്ല. എനിക്കറിയാം. ഒരു കാര്യം ചെയ്യട്ടെ, നീ പോവല്ലേ? നാഥുവിനത് കൊടുക്കുന്നുണ്ടോ? പ്രിന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യാതിരിക്കാ ചെയ്യാൻ. നിനക്കെന്താ? ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുല്ലുമല്ല തരില്ല. നിന്നോട് പറയാൻ വന്ന എന്നെ വേണം തല്ല. നിനക്ക് ബ്ലൗസും കിട്ടൂല, സാരിയും കിട്ടൂല.